ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മെറി ടോക്സിൽ ഇത് 10ാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ദ ആക്ട് ഓർ പ്രോസസ് ഓഫ് യൂസിങ് വേർഡ്സ്, സൗണ്ട്സ്, സൈൻസ് ടു എക്സ്പ്രസ് ഓർ എക്സ്ചേഞ്ച് അവർ ഐഡിയാസ്, ഇൻഫർമേഷൻസ്, തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. അതായത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഇടപെടലുകളും കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗത്തിൽപ്പെടുന്നു. കുടുംബത്തിനുള്ളിൽ എത്ര ഫലപ്രദമായി നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നോ അത്ര ഫലപ്രദമായിട്ടാണ് നമ്മുടെ ബന്ധങ്ങളും മുന്നോട്ട് പോവുക. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലും, കുട്ടികളോടുള്ള സംസാരത്തിലും, നമ്മുടെ ജോലിക്കാരോടുള്ള സംസാരത്തിലും എല്ലാം നമ്മുടെ ഇടപെടലുകൾ ശരിയായ വിധമാണോ നടക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. പരസ്പര ബഹുമാനത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും ഒരു സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ ടോൺ അല്ലെങ്കിൽ മീനിങ് അതിൽ നമ്മുടെ സംസാരത്തിൽ ഉണ്ടാവണം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻസിൽ, ഇടപെടലുകളിൽ ഉണ്ടാവണം. വളരെ എഫക്റ്റീവായി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതിൽ ഒരു തുറന്ന കമ്മ്യൂണിക്കേഷനാണ് നടക്കേണ്ടത്. സത്യസന്ധമായിരിക്കണം, വളരെ ലളിതമായിരിക്കണം, വളച്ചുകെട്ടലുകളൊന്നുമില്ലാത്ത ഇടപെടലുകളും ആയിരിക്കണം. നമ്മുടെ ഇടപെടലുകളിലെല്ലാം തന്നെ, അതായത് സംസാരത്തിലും പെരുമാറ്റത്തിലും ആശയങ്ങൾ കൈമാറുന്ന എല്ലാവിധ ചലനങ്ങളിലും പരസ്പരം ബഹുമാനിക്കുന്നു, പരസ്പരം അംഗീകരിക്കുന്നു, പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ഒരു തോന്നൽ അതിൽ ഉൾപ്പെടുന്ന എല്ലാവർക്കും ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഇഷ്ടക്കേടുകൾ, പൊരുത്തപ്പെടാനാവാത്ത ചില നടപടികളൊക്കെ നമ്മുടെ ബന്ധങ്ങൾക്കിടയിൽ ഉണ്ടാവാം. പക്ഷേ അത് നമ്മൾക്ക് പ്രകടിപ്പിക്കുമ്പോഴും കുറച്ചുകൂടി പോസിറ്റീവായ രീതിയിൽ പ്രകടിപ്പിക്കാനും നമുക്ക് കഴിയണം. അതായത് ഇത് ചെയ്തത് അത്ര ശരിയായെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇത് ഇങ്ങനെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഫലപ്രദമായി കഴിയുമായിരുന്നു, അല്ലെങ്കിൽ അത് ചെയ്തത് കുറച്ച് തെറ്റിപ്പോയില്ലേ എന്ന് തോന്നുന്നു, നിനക്ക് എന്ത് തോന്നുന്നു, നമുക്ക് അടുത്ത തവണ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഫലപ്രദമായ രീതിയിൽ അല്ലെ കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്താൽ നമ്മുടെ റിസൾട്ട് വളരെ നന്നായിരിക്കും. ആ രീതിയിലുള്ള ഒരു സംസാരം നമ്മൾ ശീലിച്ചെടുത്താൽ വളരെ നന്നായിരിക്കും. നമ്മുടെ എല്ലാവിധ ഇടപെടലുകളിലും നമുക്കൊരു ഉദ്ദേശം ഉണ്ടായിരിക്കണം. എന്താണ് ഉദ്ദേശം? നമ്മൾ സന്തോഷമായിരിക്കണം, നമ്മുടെ ചുറ്റുമുള്ളവർ സന്തോഷമായിരിക്കണം. നൗ ആൻഡ് ഹിയർ നമുക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞാൽ നന്നായി. ഇന്ന് സന്തോഷകരമായാൽ നാളെയും സന്തോഷകരമാക്കാം. അങ്ങനെ ദിവസങ്ങൾ പോകെ നമ്മുടെ കമ്മ്യൂണിക്കേഷനുകളിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ ബന്ധങ്ങളിലും പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കുടുംബത്തിലേക്ക് വരുമ്പോൾ, കുടുംബത്തിനുള്ളിൽ ഒരു ടോക്കിന് തന്നെ ഒരു സമയം, ഒരു ഗാദറിംഗ് ടൈം നമ്മൾ വെക്കേണ്ടത് അത്യാവശ്യമാണ്. എല്ലാവരും കൂടെ, അപ്പനോ അപ്പൂപ്പന്മാരോ അമ്മൂമ്മമാരോ ഉണ്ടെങ്കിൽ അവരും മക്കളും എല്ലാവരും ചേർന്നിരുന്ന് അന്നത്തെ ഒരു ദിവസത്തെ ടോക്ക് ടൈം വളരെ സ്വാതന്ത്ര്യത്തോടെ, വളരെ സന്തോഷത്തോടെ നമ്മളതെല്ലാവരും കേൾക്കാനും തയ്യാറാവണം. അവിടെ ഒരു പ്രോത്സാഹനം ഉണ്ടാവണം, ഒരു സന്തോഷം കൈമാറ്റം ചെയ്യപ്പെടണം. ആർക്കെങ്കിലും എന്തെങ്കിലും സങ്കടങ്ങൾ ഉണ്ടായാൽ അതും നമ്മൾ കേൾക്കാൻ തയ്യാറാവണം. അതിന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു സൊല്യൂഷൻ അവിടെ കൊടുക്കാനുണ്ടാവണം. ഏതെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ആർക്കെങ്കിലുമൊക്കെ പറ്റിപ്പോയതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ആളെ ഒരു പ്രതിരോധിക്കുന്ന രീതിയിൽ സംസാരിക്കാതെ നമുക്ക് ആ ഒരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതിയിൽ വേണം നമ്മുടെ സംസാരങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ. ഏറ്റവും അത്യാവശ്യം ഒരു 18-20 വയസ്സ് വരെയുള്ള നമ്മുടെ കുട്ടികൾക്ക് ഏത് സമയത്തും പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ലാതെ മാതാപിതാക്കളോട് സംസാരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം നമ്മൾ അനുവദിക്കണം. സ്കൂളിൽ പോകുന്ന കുട്ടികളായാലും അവർ വന്ന് സംസാരിക്കുമ്പോൾ വളരെ ക്ഷമയോടെ അവരെ കേൾക്കാനും അവരുടെ സംസാരത്തെ തടസ്സപ്പെടുത്താതെ ആ ഫ്ലോ അങ്ങ് അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, അവരേതെങ്കിലും രീതിയിൽ സന്തോഷമാണോ അനുഭവിക്കുന്നത്, അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടോ, അവർക്ക് ഉള്ളിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടോ എന്നൊക്കെ മാതാപിതാക്കൾക്ക് തൊട്ടറിയാനും മനസ്സിലാക്കാനും കഴിയും. അവിടെ നമ്മുടെ ഒരു ഇടപെടലുകൾ നടത്താനും കഴിയും. ചെറിയ തിരുത്തലുകൾ കൊടുക്കേണ്ടടുത്ത് അതാവാം, അംഗീകാരം കൊടുക്കേണ്ടടുത്ത് അതാവാം, അവനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ട സ്ഥലത്ത് അതുമാവാം. ഇങ്ങനെ നമ്മുടെ കുട്ടികളെ വളരെ അലിവോടെ, ആത്മാർത്ഥതയോടെ ഒരു തുറന്ന സംസാരത്തിന് പ്രേരിപ്പിക്കുകയും അവരെ കേൾക്കാനുള്ള ഒരു സമയം നമ്മൾക്കുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്താൽ നമ്മുടെ കുട്ടികൾ വളരെ സന്തോഷപ്രദമായ ഒരു ബാല്യം നയിക്കുകയും അതിലൂടെ അവർ വളരെ സന്തോഷപ്രദമായ ഒരു കൗമാരത്തിലേക്ക് എത്തുകയും ചെയ്യും. കൗമാരക്കാരായ കുട്ടികൾ
വഴിതെറ്റിപ്പോകുന്നുവെന്ന് ഒരിക്കലും മാതാപിതാക്കൾക്ക് ആശങ്കപ്പെടേണ്ടി വരില്ല. ഒരു പ്രശസ്ത അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിരുന്ന വിർജിനിയ സെറ്റിയർ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 4 വിഭാഗത്തിൽപ്പെടുന്ന ഇടപെടലുകളെ കുറിച്ച് അവരുടെ പഠനത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, നമ്മുടെ കുടുംബത്തിലൊക്കെ ചില അമ്മമാരെ ആ വിഭാഗത്തിൽ പെടുത്താൻ കഴിയും. മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം എരിഞ്ഞു തീരുന്ന ചില ജന്മങ്ങൾ. അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഒന്നുമില്ല. അവർ വീട്ടിലുള്ള മറ്റ് അംഗങ്ങൾ ആരൊക്കെയാണോ അവരുടെയൊക്കെ ഇഷ്ടങ്ങൾ അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ഒരു അനിഷ്ടവും സംസാരത്തിലും പെരുമാറ്റത്തിലും ഒന്നും പ്രകടിപ്പിക്കാതെ കടന്നു പോകുന്ന ചില ജന്മങ്ങൾ. ഇതൊരു ശരിയായ ഇടപെടലല്ല. ആ വ്യക്തിക്കും അവിടെ ഇഷ്ടങ്ങളുമുണ്ട് അനിഷ്ടങ്ങളുമുണ്ട്. അത് വ്യക്തമാക്കാൻ ഒരു അവസരം മറ്റുള്ളവർ കൊടുക്കുന്നുമില്ല, അവരായിട്ടത് ആഗ്രഹിക്കുന്നുമില്ല, ചെയ്യുന്നുമില്ല. പക്ഷെ ഇങ്ങനെ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ അവർ ക്രമേണ ഏതെങ്കിലും ഒരു അസുഖങ്ങൾക്ക് അടിമപ്പെടുകയും, അതായത് സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് വന്നു ചേരുകയും ചെയ്യുന്ന ഒരനുഭവം കാണാറുണ്ട്. രണ്ടാമത്തെ ഒരു കൂട്ടരാണ് ബ്ലെയിമേഴ്സ്. അവർക്ക് എനിക്കേ അറിയൂ, എനിക്ക് മാത്രമേ അറിയൂ, എല്ലാം വളരെ പാകതയോടെയും പക്വതയോടെയും ചെയ്യാനും എനിക്ക് മാത്രമേ കഴിവുള്ളൂ. തന്നെയല്ല, മറ്റുള്ളവർക്ക് അതിനൊന്നുമുള്ള ഒരു കഴിവുമില്ല. അവരൊക്കെ ചെയ്യുന്നത് കുറ്റമാണ്, തെറ്റാണ്. എപ്പോഴും മറ്റുള്ളവരെ വിമർശിച്ചുകൊണ്ടും ശിക്ഷണ നടപടികളിൽ ഏർപ്പെട്ടുകൊണ്ടും ഇരിക്കും. ഇങ്ങനെയുള്ള ആരെങ്കിലും മാതാപിതാക്കളുടെ സ്ഥാനത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ കുട്ടികൾക്ക് ഒരു വ്യക്തിത്വ വികസനത്തിന് വളരെ ഒരു തടസ്സമാണ് അവിടെ അനുഭവപ്പെടുക. ശരിയായ രീതിയിലുള്ള ഒരു വ്യക്തിത്വം വികസിപ്പിച്ചെടുക്കാൻ ആ കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ ബ്ലെയിമേഴ്സിനൊരു പ്രത്യേകതയുണ്ട്. അവരെപ്പോഴും സുപ്രീമസി ആഗ്രഹിക്കുന്നവരായിരിക്കും. എങ്ങനെയെങ്കിലും അതവർ നേടിയെടുത്തുമിരിക്കും. ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട്, കമ്പ്യൂട്ടേഴ്സ്. പേര് പോലെ കമ്പ്യൂട്ടർ പോലെ തന്നെയാണ് അവരുടെ എല്ലാ ഇടപെടലുകളും. അവരുടെ സംസാരം വളരെ അളന്നു തൂക്കിയുള്ളതായിരിക്കും. നിർവികാര പരബ്രഹ്മം എന്നൊക്കെ പറയാവുന്നത് പോലെയായിരിക്കും അവരുടെ മറ്റുള്ളവരോടുള്ള ഇടപെടലുകളും. അവരുടെ നല്ല വികാരങ്ങളും മോശം വികാരങ്ങളും ഒന്നും ആരോടും അവർ പ്രകടിപ്പിക്കുകയുമില്ല. മറ്റുള്ളവരുടെ വികാരങ്ങളൊന്നും അവർ വലുതായി കണക്കിലെടുക്കാറുമില്ല, ശ്രദ്ധിക്കാറുമില്ല. 10 മണിക്കൂറൊക്കെ ഓഫീസിൽ ജോലിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും ആയിരുന്നതിന് ശേഷം കുടുംബത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ ഫ്രഷ് ആവുന്നു, ചായ കൊടുത്താൽ അത് കുടിക്കുന്നു, പത്രം വായിക്കുന്നു, അല്ലെങ്കിൽ TV ഓൺ ചെയ്ത് ന്യൂസ് കാണുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പ്രോഗ്രാം കാണുന്നു, വീണ്ടും പോയിരുന്ന് മൊബൈൽ നോക്കുന്നു, അല്ലെങ്കിൽ TV ശ്രദ്ധിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, കിടന്നുറങ്ങുന്നു. വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അനിഷ്ടങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇഷ്ടങ്ങളുണ്ടോ, ഇന്നത്തെ അവരുടെ ദിവസം എങ്ങനെയായിരുന്നു, ഇതൊന്നും അവർക്ക് ശ്രദ്ധിക്കാൻ താല്പര്യമില്ല. ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടിയാലും അതിനൊന്ന് അഭിനന്ദിക്കാനോ, അവർക്ക് ഒരു ചിരിയിൽ പോലും ആ അഭിനന്ദനം കൊടുക്കാൻ വളരെ വൈമുഖ്യമുള്ളവരാണ് ഈ ബ്ലെയിമേഴ്സ്. ബ്ലെയിമേഴ്സ് യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിനുള്ളിൽ വളരെ ദുർബലരായിരിക്കും എന്നുള്ളതാണ്. ആ ദൗർബല്യം മറ്റാരും അറിയരുതെന്ന് അവർക്ക് നിർബന്ധവുമുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടു പോകുന്നത്. ഇനി ഒരു കൂട്ടരുണ്ട്, ഡിസ്ട്രാക്ടേഴ്സ്. പേര് പറയുന്നത് പോലെ എപ്പോഴും ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും അവർ. പല പല കാര്യങ്ങൾ ചെയ്ത് ഓടി എപ്പോഴും തിരക്കുള്ളവരാണെന്ന് അഭിനയിച്ച് നടക്കുന്ന ഇവർ യഥാർത്ഥത്തിൽ ഇവരുടെ റോളുകൾ ഉദ്ദേശിക്കുന്ന ചുമതലകളൊന്നും നിറവേറ്റാൻ താല്പര്യം കാണിക്കാറില്ല. അവരത് ശ്രദ്ധിക്കാറുമില്ല. പകരം 24 മണിക്കൂറും ഞാൻ ബിസിയാണെന്നും ഞാൻ അത് ചെയ്യുന്നു, ഞാൻ ഇത് ചെയ്യുന്നു, എന്നാലോ അതിനൊന്നും യാതൊരു രീതിയിലുള്ള ഒരു പ്രസക്തിയില്ലാത്ത കാര്യങ്ങളുമായിരിക്കും. അങ്ങനെയുള്ള ഈ കൂട്ടരാണ് ഡിസ്ട്രാക്ടേഴ്സ്. എങ്ങനെയാണ് ഒരു കുടുംബത്തിൽ ഡിസ്ട്രാക്ടേഴ്സ് ഉണ്ടായി വരുന്നത്? അവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും കൂടിയ രീതിയിലുള്ള ആങ്സൈറ്റിയാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത്. ഇവരുടെ കുടുംബ ബന്ധങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, തകരാറിലായിട്ടുണ്ടാവണം. ഒരു കുടുംബത്തിൽ നിരന്തരം വഴക്കിട്ട് കേൾക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഒരു കുട്ടി മാതാപിതാക്കളുടെ വഴക്കിനെ ഒന്ന് തടസ്സപ്പെടുത്താൻ, അത് അവനിൽ ഉണ്ടാക്കുന്ന ആങ്സൈറ്റിയെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു ഇടപെടലുകൾ നടത്തും. അതായത് എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് ചെല്ലും, എനിക്ക് വിശക്കുന്നു, അല്ലെങ്കിൽ വെള്ളം വേണം, അല്ലെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ് ചെല്ലുന്നു. അപ്പോഴേക്കും മാതാപിതാക്കളുടെ വഴക്കിന് ഒരു ബ്രേക്കായി. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ആക്സിഡന്റ് അവൻ മനഃപൂർവ്വം വീടിനുള്ളിൽ ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം അഭിനയിച്ച് പെട്ടെന്നൊരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആ കുട്ടി ക്രിയേറ്റ് ചെയ്യും. മാതാപിതാക്കൾ ഉണ്ടാക്കുന്ന വഴക്കിൽ നിന്നും ആ ഉണ്ടാവുന്ന ആങ്സൈറ്റിയിൽ നിന്നും ഒരു വിടുതലിന് വേണ്ടിയിട്ടാണ് കുട്ടി ഇതൊക്കെ ചെയ്യുന്നത്. ഈ രീതിയിൽ വളർന്നു വരുന്ന കുട്ടികൾ മിക്കവാറും ഡിസ്ട്രാക്ടേഴ്സ് എന്ന ഇടപെടലുകൾ ജീവിതത്തിൽ നടത്തുന്നവരായി തീരാനാണ് സാധ്യത. ഇനി നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്?
കോൺഗ്രുവന്റ് ടോക്കിംഗ്, അതായത് മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന, സ്വയം തുറന്നു കാണിക്കുന്ന, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സംസാരങ്ങളും ഇടപെടലുകളും. അവരുടെ വികാരങ്ങളെ മാനിക്കുന്ന, നമ്മുടെ വികാരങ്ങൾ എന്താണെന്ന് തുറന്നു കാട്ടുന്ന, വളരെ സിമ്പിളായിട്ടുള്ള, ഒട്ടും ഹൈഡ് ചെയ്യപ്പെടാത്ത സംസാര രീതികളും പെരുമാറ്റ രീതികളുമാണ് നമ്മുടെ കുടുംബത്തിൽ വേണ്ടത്. ഇതാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനും ഗ്രഹിക്കാനും വളരെ എളുപ്പവും, എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വളരെ എളുപ്പത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഒരു കുടുംബത്തിലെ ഇടപെടലുകൾ അഥവാ കമ്മ്യൂണിക്കേഷൻസ് സ്മൂത്തായി കൊണ്ടുപോകാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? കഴിയുമെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഒരുമിച്ച് കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് കഴിക്കാൻ ശ്രമിക്കുക. പ്രാർത്ഥന നടത്തുന്ന കുടുംബങ്ങളാണെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. ഓരോരുത്തരെയും കേൾക്കാനുള്ള ഒരു സാവകാശം കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകുക. ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള സൊല്യൂഷനിലേക്ക് പോകാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം. പ്രശ്നത്തിൽപ്പെട്ട ആളെ പരിഹസിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല നമ്മൾ അന്നേരം ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ, നമ്മുടെ വെർബൽ കമ്മ്യൂണിക്കേഷനെ എങ്ങനെ കുറച്ചുകൂടി സ്മൂത്തായി കൊണ്ടുപോകാം നോക്കാം. 4 തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് സാധാരണ രീതിയിൽ വെർബലായിട്ട് നമ്മൾ നടത്തുന്നത്. ഒന്ന് ക്ലിയർ ആൻഡ് ഡയറക്റ്റ് ആയിരിക്കും, ഒന്ന് ക്ലിയർ ആൻഡ് ഇൻഡയറക്റ്റ് ആയിരിക്കും, മൂന്നാമതൊന്ന് മാസ്ക്ഡ് ആൻഡ് ഡയറക്റ്റ് ആയിരിക്കും, നാലാമതൊന്ന് മാസ്ക്ഡ് ആൻഡ് ഇൻഡയറക്റ്റ് ആയിരിക്കും. ക്ലിയർ ആൻഡ് ഡയറക്റ്റ് ആയി വരുന്ന ഒരു സംസാരം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മകളോട് കുറച്ച് ജോലികൾ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഒരമ്മ തിരിച്ചെത്തുമ്പോഴേക്കും മകളത് ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായും മകളോട് ഡയറക്റ്റ് ആൻഡ് ക്ലിയർ കമ്മ്യൂണിക്കേഷനിലൂടെ പറയാം, മോളെ, ഞാൻ ഏൽപ്പിച്ച ജോലി നീ ചെയ്തില്ലല്ലോ, എനിക്ക് വളരെ പ്രയാസം തോന്നുന്നു. ഓക്കെ, ഇതാണ് സിമ്പിൾ, ക്ലിയർ ആൻഡ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. രണ്ടാമതൊന്ന് ക്ലിയർ ആയിരിക്കും, പക്ഷെ ഇൻഡയറക്റ്റ് ആയിരിക്കും. പറഞ്ഞേൽപ്പിച്ചതൊന്നും ചിലർ ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ വളരെ പ്രയാസം തോന്നുന്നു. ഇതെന്താണ്, മകളോടാണോ എന്നുള്ളത് മകൾക്ക് മനസ്സിലാവുന്നില്ല. അടുത്തത് മാസ്ക്ഡ് ആൻഡ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഇവിടെ കണ്ടന്റ് ക്ലിയർ ആണ്, പക്ഷെ അത് ശരിയായ രീതിയിലല്ല നമ്മൾ പറയുന്നത്. ചിലതൊന്നും പറഞ്ഞാലൊന്നും അനുസരിക്കുന്നവരായിരിക്കില്ല. നാലാമതൊരു കൂട്ടരുണ്ട്, മാസ്ക്ഡ് ആൻഡ് ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഈ കാലത്ത് പിള്ളേരോടൊന്നും പറഞ്ഞാലൊന്നും അനുസരണയുമില്ല, ഒരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാത്തവരായിരിക്കും. അപ്പോൾ നമ്മൾക്ക് എന്താണ് വേണ്ടതെന്ന് ഇതിൽ നിന്ന് മനസ്സിലായല്ലോ. സിമ്പിൾ ആയിരിക്കണം, സ്ട്രെയിറ്റ് ആയിരിക്കണം, ഹോണസ്റ്റ് ആയിരിക്കണം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. അടുത്ത ഒരു വീഡിയോയുമായി മെറി ടോക്സിൽ കാണും വരെ താങ്ക് യു വെരി മച്ച്.